ഒരിക്കൽ വില്യം എന്ന യുവാവ് ഭാര്യയോട് ദേഷ്യപ്പെട്ട് ഉച്ചത്തിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ വില്യമിൻ്റെ മുത്തച്ഛൻ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് നിന്റെ ഭാര്യയോട് ഇത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നത്? വില്യം പറഞ്ഞു, എൻ്റെ വാക്കുകളും കാഴ്ചപ്പാടുകളും അവൾക്ക് മനസ്സിലാകാതെ വരുമ്പോൾ മാത്രമാണ് എൻ്റെ ക്ഷമ നശിക്കുന്നത്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഉച്ചത്തിലാവും. മുത്തച്ഛൻ പറഞ്ഞു, അവൾ നിന്റെ അടുത്ത് തന്നെയല്ലേ നിൽക്കുന്നത്? നീ ശാന്തമായി പറഞ്ഞാലും അവൾക്ക് കേൾക്കുവാൻ കഴിയുമല്ലോ. അവൻ പറഞ്ഞു, ദേഷ്യപ്പെടുമ്പോൾ സംസാരം ഉച്ചത്തിലായി പോകുന്നു. തന്നെയല്ല, അവൾ അത് മനസ്സിലാക്കുവാൻ ഇടയാകുകയും ചെയ്യുമല്ലോ. അങ്ങനെ എൻ്റെ കോപവും തണുക്കും. വൃദ്ധൻ പറഞ്ഞു, അതൊന്നുമല്ല കാരണം. നീ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ ശാരീരികമായി അടുത്താണെങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ വളരെ അകലുന്നു. സ്നേഹമായിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ അടുക്കുന്നു. അപ്പോൾ സാവകാശം പറയുന്നതും കേൾക്കുവാൻ കഴിയും. ഒരു വേള നിശബ്ദമായിരുന്നാൽ പോലും നിന്റെ പ്ലാൻ അവൾക്ക് മനസ്സിലാകും. ഓർത്തു നോക്കൂ, നിങ്ങൾ സ്നേഹമായിരിക്കുമ്പോൾ ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കാറുണ്ടോ? ഹൃദയങ്ങൾ തമ്മിലുള്ള അകൽച്ചയാണ് കോപത്തിന് തന്നെ കാരണം. ശാരീരികമായി നാം ദൂരെയോ അകലെയോ എന്നതിനേക്കാൾ എത്ര പ്രാധാന്യമുള്ളതാണ് ഹൃദയം കൊണ്ട് നാം സമീപസ്ഥരോ വിദൂരസ്ഥരോ എന്നത്. ഹൃദയങ്ങൾ ഒന്നാകുമ്പോൾ രണ്ട് വ്യക്തികൾ ഒന്നാവുകയാണ്. അങ്ങനെയാണ് ഭർത്താവും ഭാര്യയും ഒന്നാകുന്നത്. എന്നാൽ എവിടെ ഈ സ്നേഹവും ഒരുമയും നഷ്ടപ്പെടുന്നുവോ അതോടെ ഒന്നായിരുന്ന കുടുംബം പലതായി ഭിന്നിക്കും. ആകയാൽ പരസ്പര സ്നേഹത്തിലൂടെ ഹൃദയങ്ങൾ അടുത്തിരിക്കുവാൻ നാം നമ്മെ തന്നെ സജ്ജമാക്കാം.